ആരാണ് വി എസിനെ ആദ്യം കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിച്ചത്? ആ വിളിച്ച ഒരു ചെറുപ്പക്കാരനാണ് എന്നോടൊപ്പം ഉള്ളത്. പാലക്കാട് മുണ്ടൂർ സ്വദേശിയായ ജിജിനാണ്. ജിജിനെ ഇപ്പോൾ ആദ്യമായിട്ട് വി എസിനെ അങ്ങനെ വിളിക്കുമ്പോൾ ജിജിൻ വളരെ ചെറുപ്പമായിരിക്കും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ആ സമയത്ത് വി എസ് എ കാണുന്നുണ്ടെങ്കിലും ഞാൻ വിക്ടോറിയയിൽ പഠിക്കുന്ന സമയത്താണ് വി എസ് വളരെ ആവേശത്തോടു കൂടി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തുടിക്കുന്ന ഓർമ്മകളായി മാറിയത്. ആ വി എസ് എൻ്റെ മുത്തശ്ശൻ പഴയ പാർട്ടി പ്രവർത്തനമാണ്. PM നാരായണൻ എന്ന് പറയുന്ന പാലക്കീഴിലെ വി എസ്, ആ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ള അറിവാണ് വി എസിലൂടെ അറിയുന്നത്. അപ്പോൾ ഒരു മുത്തശ്ശനെ വിളിക്കുന്നത് പോലെ കണ്ണേ കരളെ വി എസ് എ, പുന്നപ്പറയുടെ സമരസഖാവേ എന്ന് വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ വിളിക്കുക. അന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഒപ്പം SFIയുടെയും DYFIയിലെയും ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരും എൻ്റെ ഒപ്പം ആർത്ത് വിളിക്കാൻ സാഹചര്യമുണ്ടായി. അഴിമതിക്കെതിരെ നിരന്തരം പോരാടുന്ന വി എസ്, ഇടുക്കിയിൽ നമുക്കറിയാം പലതും അവിടെ ഫ്ലാറ്റുകളൊക്കെ തകർക്കുമ്പോൾ ഋഷിരാജ് സിംഗിനെ പോലുള്ള ആളുകളെ നമ്മൾ പിന്നീട് അറിയുന്നത് ആ സന്ദർഭത്തിലാണ് ഋഷിരാജ് സിംഗിനൊക്കെ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പോരാട്ട വീര്യത്തിൽ വി എസിനെ വിളിക്കാൻ കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു SFI സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാൻ എന്താ അത്രയും സ്നേഹവും ബഹുമാനവും കൊണ്ടാണോ? തീർച്ചയായും. എൻ്റെ മുത്തശ്ശൻ, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ മുത്തശ്ശന്മാരെ നമുക്ക് എങ്ങനെയാണ് സ്നേഹം, അതുപോലെയാണ് വി എസ്. പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി പല പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ നമ്മൾ നേരിടുമ്പോഴും വി എസ് എന്ന് പറയുന്ന ആ വ്യക്തിയോടുള്ള ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആവേശം. കണ്ണേ കരളെ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണ് വി എസിനെ ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യനെ, ആ മഹാമനുഷ്യനെ കണ്ണേ കരളെ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിന് തുല്യമായി ജീവിതത്തിലൊപ്പം ഇരിക്കുന്ന ഒരു മുത്തശ്ശനെ പോലെ ഞങ്ങൾക്ക് കരുതലായി ഞങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ആ മനുഷ്യനുള്ളത്. അദ്ദേഹം ഇവിടെ വരും, മുണ്ടൂരിൽ ഇറങ്ങുമ്പോൾ, ഞങ്ങളുടെ മുണ്ടൂരിലാണ് ഞങ്ങൾ പറയുന്നത്, പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ വി എസ് എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ബഹുമാനവും ഞങ്ങൾക്ക് വേണ്ടി നടക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരാളുണ്ടാവും എന്ന പ്രതീക്ഷ എപ്പോഴുമുണ്ട്. ഇന്നും ആ അണയാത്ത ദീപം. ഒക്ടോബർ 20 വി എസിന് പല അസുഖങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ ഈ കൂട്ടുപാതയിലെ കളേഴ്സ് എന്ന് പറയുന്ന കൂട്ടായ്മ വി എസിൻ്റെ എല്ലാ പിറന്നാളും ആഘോഷിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ കേക്ക് മുറിക്കുമ്പോഴും കണ്ണേ കരളെ വി എസ് എ, പുന്നപ്പറയുടെ സമരസഖാവേ എന്ന് വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ വിളിക്കുക. മുണ്ടൂരിൻ്റെ ചുവന്ന മുത്ത് എന്ന് വരെ ഞങ്ങൾ വിളിക്കും. ഇപ്പോഴും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ കണ്ണേ കരളെ എന്നിടുമ്പോൾ അദ്ദേഹം ഇന്നും നമ്മുടെയൊക്കെ ഒപ്പം ഇവിടെയൊക്കെ ഉണ്ട്, ഈ ഫോട്ടോത്തിൽ പോലെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആവേശം തുടിച്ച് നിൽക്കുക. അത് ആദ്യമായിട്ട് ഈ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോഴാണ്, അതായത് മത്സരിക്കാൻ വന്നിറങ്ങുമ്പോഴാണ് വിളിക്കുന്നത്. അതെ, മത്സരിക്കാൻ അദ്ദേഹം ആദ്യം പ്രതിപക്ഷ നേതാവാണല്ലോ, ആ സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത്. അന്ന് എനിക്ക് പ്രായം എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നീട് 2009 നമുക്ക് ഓർമ്മ വരുന്നത്. ഞാനൊരു +2 പഠിക്കുന്ന സമയത്തായിരിക്കും വിളിക്കുന്നതെന്ന് ആണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ LC സെക്രട്ടറിയായ സഖാവ് ലക്ഷ്മണനാണ് വി എസിനെ കാണിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് പോകുന്നത്. അന്ന് LC സെക്രട്ടറി ലക്ഷ്മണൻ, വി ലക്ഷ്മണൻ എന്ന് പറയുന്ന സഖാവാണ്. ആ സഖാവാണ് എന്നെ അവിടെ അന്ന് കൂട്ടി വന്ന ബാലസംഘത്തിൻ്റെ പ്രവർത്തനമായിട്ടാണ് പോകുന്നത്. SFI ബാലസംഘ പ്രവർത്തനമാണ്. അന്ന് അവിടെ പോകുമ്പോൾ ഞാൻ മലയാളം ലാംഗ്വേജ് വിക്ടോറിയൽ മലയാളം കേരള റൂമിലും MA മലയാളം കഴിഞ്ഞ ആളാണ്. അപ്പോൾ അവിടെ മലയാളത്തിനോടുള്ള ഒരു താല്പര്യമൊക്കെ കൊണ്ടായിരിക്കാം, സാഹിത്യം എല്ലാം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം വി എസ് എന്ന് പറയുന്ന സഖാവിനെ കണ്ണേ കരളെ എന്ന് വിളിക്കാനുള്ള ആവേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലസംഘത്തിലൂടെയൊക്കെ കിട്ടിയ ഇതിലാണ്. സാഹിത്യത്തോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ മുണ്ടൂരുകാര് കണ്ണേ കരളെ എന്ന ഒരു കുട്ടികളെയൊക്കെ വിളിക്കുന്നതാണ്. ആ ഒരു നാടിൻ്റെ ഒരു ഇതുകൂടി വന്നിട്ടുണ്ടാവല്ലേ? തീർച്ചയായും. മുണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു നാടാണ് മുണ്ടൂർ. മുണ്ടൂർ കുമ്മാട്ടിയെക്കുറിച്ച് അയ്യപ്പനും കോശിയിലും സച്ചി എന്ന് പറയുന്ന സംവിധായകൻ പറയുന്നുണ്ട്, മുണ്ടൂർ കുമ്മാട്ടിയിലെ മുണ്ടൂർ മാടനെ നിങ്ങൾക്കറിയാമെന്ന്. പക്ഷെ പല സാങ്കല്പിക കഥാപാത്രങ്ങളോട് പോവുകയാണെങ്കിൽ ഇവിടെ വന്ന എല്ലാവരെയും ഞങ്ങൾ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. വി എസ് വന്നു, വി എസിനെ സ്നേഹിച്ചു. വി എസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് മുണ്ടൂരുകാരായിരുന്നു ഒരു ഫസ്റ്റത്തെ ടൈമിൽ. അപ്പോൾ പല പ്രതിസന്ധി ഘട്ടത്തിലും വി എസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തത് ഞങ്ങളുടെ സ്വന്തം മുത്തശ്ശനായി, ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വി എസ് ഞങ്ങൾക്ക് എന്നും കരുതലായി ഉണ്ടാവും എന്നതുകൊണ്ടാണ്. കണ്ണേ കരളെ വി എസ് എന്നുള്ളത് പിന്നീട് കേരളം മുഴുവൻ ഏറ്റെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് അത് വിളിച്ച് പിന്നീട് ഏറ്റെടുത്തപ്പോണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാവരും വി എസിനെ കണ്ണേ കരളെ വി എസ് എന്നാണ്. വേറൊരു രാഷ്ട്രീയ നേതാവിന് ഇത്ര മാത്രം വിളി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഞാൻ വിളിച്ച വിളിയിലാണ് ഇന്ന് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു അതിയായ സന്തോഷം എനിക്കുണ്ട്. ഞാൻ വിക്ടോറിയയിലും ഇവിടെയൊക്കെ നേതാവായി പ്രസംഗിച്ച് SFI നടന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മുദ്രാവാക്യം ഇത്രമാത്രം ഏറ്റുവിളിക്കുന്ന രീതിയിൽ മാറിയത് വി എസ് എന്ന് പറയുന്ന മഹാമനുഷ്യനോട് ലോകം കാണിക്കുന്ന ആദരവിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എൻ്റെ കഴിവല്ല, വി എസ് എന്ന് പറയുന്ന മഹാനേതാവിൻ്റെ വിജയത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഉന്നതിയുടെയും അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെയും മൂല്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.
ഇപ്പോൾ ഈ VS-ന്റെ ഓർമ്മകൾക്ക് മുൻപ് മുദ്രാവാക്യം ഒന്ന് വിളിച്ചാലോ? കണ്ണേ കരളേ VS, കണ്ണേ കരളേ VS, പുന്നപ്പറയുടെ സമരസഖാവ്, പുന്നപ്പറയുടെ സമരസഖാവ്, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ധീരസഖാവ് മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, കണ്ണേ കരളേ VS, പുന്നപ്പറയുടെ സമരസഖാവ്, പുന്നപ്പറയുടെ സമരസഖാവ്, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അതെ, എല്ലാവരുടെയും കണ്ണും കരളുമായ VS മലയാളികൾ ഉള്ളോടത്തോളം കാലം എന്നും ഓർമ്മിക്കപ്പെടും എന്നതിൽ സംശയമില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.